105-കാരിയായ മറിയം തോമസ് ഇത്തവണയും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്താനുള്ള ഒരുക്കത്തിലാണ്. ഏറ്റുമാനൂർ വള്ളിക്കാട് സ്വദേശിനിയായ വയോധികയുടെ 105ാമത് ജന്മദിനം നവംബർ 13-ന് മക്കളും അഭ്യുദയകാംക്ഷികളും അയൽപക്കക്കാരും ചേർന്ന് ആഘോഷിച്ചു. കഴിഞ്ഞ തവണയും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തിയിരുന്നു. കുറുമുള്ള സ്വദേശിനിയായിരുന്ന മറിയം തോമസ് വള്ളിക്കാട് സ്വദേശി തോമസ് ചെറുവള്ളിയുടെ ഭാര്യയാണ്. കാർഷികവൃത്തിയിലൂടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന കുടുംബത്തിൽ 4 മക്കളും കൊച്ചുമക്കളും അവരുടെ മക്കളുമായി 31 അംഗങ്ങളുണ്ട്. എന്നാൽ 105ന്റെ നിറവിലെത്തിയ ഈ വയോധികയുടെ പ്രിയപ്പെട്ട കൂട്ടുകാരി അയൽപ്പക്കത്തെ 4 വയസ്സുകാരി ദക്ഷ വിനീതാണ്. പുലർച്ചെ 5 മണിയോടെ ഉണരുന്ന മറിയം തോമസ് കുളിയും പ്രാർത്ഥനയും കഴിഞ്ഞു മാത്രമേ ഭക്ഷണം കഴിക്കുകയുള്ളൂ. കപ്പയും മീനുമാണ് പ്രിയം. തറവാട്ട് വീട്ടിൽ ഇളയ മകൻ സിബിയുടെയും ഭാര്യയുടെയും സംരക്ഷണത്തിലാണ് മറിയം തോമസ് കഴിയുന്നത്. ഒരു കുഴപ്പമില്ല, രാവിലെ എണീക്കും. രാവിലെ കൃത്യം 5:30 എണീക്കും, പല്ല് തേപ്പിച്ച് കുർബാന കാണും. അത് കഴിഞ്ഞ് ഞാൻ പള്ളിയിൽ പോയിട്ട് വന്ന് കുളിപ്പിച്ച് റെഡിയാക്കിയിരുത്തും. പിന്നെ ജീവിതങ്ങളെല്ലാം കഴിഞ്ഞിരിക്കും. ഇവിടെ തന്നെ ഇരുന്നോളും. വൈകുന്നേരം വരെ ഇവിടെ കുരിശോര കൃത്യം 7 മണിക്ക് കുരിശോര കഴിഞ്ഞാൽ കയറുള്ളൂ. ന്യൂസിനകത്ത് 6 മണിക്കത്തെ കുർബാന മാത്രമേ കാണും. അമ്മച്ചി എനിക്ക് പണ്ട് വരെ അറിയാം. ചെറുവില്ലമ്മച്ചി എന്നാണ് ഞങ്ങളൊക്കെ വിളിക്കുന്നത്. അമ്മച്ചിയുടെ ഒരു മോൾ എൻ്റെ കൂടെ പഠിച്ചിരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ അച്ഛനും അമ്മയൊക്കെ ആയിട്ട് നല്ല പരിചയമാണ് അമ്മച്ചി. അതുകൊണ്ട് ഞാൻ ചെറുപ്പം വരെ അവരുമായിട്ട് ഫാമിലിയായിട്ട് അടുപ്പമുണ്ട്. അമ്മച്ചിക്ക് 105 വയസ്സിലെത്തി നിൽക്കുന്നത് ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. കാരണം എല്ലാ മക്കളും വൃദ്ധരായ മാതാപിതാക്കളെ ഓർഫനേജിൽ തള്ളാനും അവർക്ക് നോക്കാൻ ബുദ്ധിമുട്ടൊക്കെയാണ് ഇന്നത്തെ കാലത്ത് വരുന്നത്. എല്ലാ മക്കളും അല്ല, പലരും പറയുമ്പോൾ അവര് ശരിക്കും പറഞ്ഞാൽ നെഞ്ചിലേറ്റുവാണ് അമ്മച്ചിയെ. അത്രയും കാര്യമായിട്ട് കൊണ്ടു നടക്കുകയാണ്. ഈ പ്രാവശ്യത്തെ ഇലക്ഷനും അമ്മച്ചി വോട്ട് ചെയ്യണമെന്നുള്ള താല്പര്യത്തിലാണ് ഞങ്ങൾ ഇരിക്കുന്നത്. അമ്മച്ചിക്കും ഇലക്ഷനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളതായിരുന്നു. തേപ്പിച്ച് മകൻ പല്ല് തേപ്പിച്ച് ഇവിടെ കൊണ്ടിരുത്തും. അന്നേരം കഴിച്ചാൽ ദിവസം പച്ചവെള്ളം കുടിക്കും. അത് കഴിയുമ്പോൾ ഞാൻ കൊണ്ട് ചായ കൊടുക്കും എന്തെങ്കിലും കഴിക്കാനായിട്ട്. പിന്നെ അവിടെ ഇരുന്നുണ്ട് ബാത്റൂം കുർബാന കാണും. അത് കഴിയുമ്പോഴത്തേക്ക് കുർബാന കൊണ്ട് ഞാൻ എണ്ണ കൊടുക്കും, എണ്ണ വെക്കും. അത് കഴിയുമ്പോഴത്തേക്ക് ഞാൻ വെള്ളം ചൂടാക്കിയിടും. മകൻ വരുമ്പോഴത്തേന് കുളിപ്പിച്ച് കഴിഞ്ഞ് മകൻ അങ്ങ് പോകും. പിന്നെ ഞാനാണ് കാര്യങ്ങളെല്ലാം. സമയത്തിന് ആഹാരം കൊടുക്കണം. അതിന് പിന്നെ ഗുളികയുണ്ട്, ആഹാരത്തിന് പിന്നെ ഗുളികയുണ്ട്, ആഹാരം കഴിഞ്ഞ് ഗുളികയുണ്ട്. രാവിലെ ഉച്ചയ്ക്കും അതുപോലെ തന്നെ. ആഹാരത്തിന് മുന്നേ ഗുളിക, ആഹാരം കഴിഞ്ഞ് ഗുളിക, വൈകിട്ട് ആഹാരം കഴിഞ്ഞ് ഗുളിക. അങ്ങനെ രീതി. കഞ്ഞിക്ക് കുടിക്കാൻ പാടാം, തൊണ്ടയിൽ നിറന്നാൽ ശകലമൊക്കെ കുടിക്കും. പിന്നെ വേറെ കപ്പയോ വേറെ എന്തെങ്കിലും ഉണ്ടാക്കുവാണെങ്കിൽ അത് കഴിക്കും. 35 വർഷം മുമ്പ് ഞാൻ ഇവിടെ സ്ഥാനാർത്ഥിയായിട്ട് വന്നപ്പോൾ അന്ന് ചിഹ്നം എന്താന്ന് ചോദിച്ചാൽ നമ്മൾ കൈപ്പത്തിയാന്ന് പറഞ്ഞു. അപ്പോൾ ആ കൈപ്പത്തിക്ക് അന്ന് വോട്ട് ചെയ്ത അമ്മൂമ്മയാണ്. ഞാനിവിടുന്ന് ഒത്തിരി ആ ഇലക്ഷൻ സമയത്ത് തുടർന്നും 10-30 വർഷം ഒത്തിരി ആഹാരം കഴിക്കുകയും സഹകരിക്കുകയും ചെയ്തിട്ടുള്ള ആളാണ്. ഇപ്പോഴും വീണ്ടും ആ 105ാമത്തെ വയസ്സിൽ ഈ ഒരു അവസരം കിട്ടിയതിൽ ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുക. അതിനൊക്കെ അപ്പുറത്ത് ഈ അമ്മച്ചിയെ ഇവിടെ വെച്ച് സംരക്ഷിക്കുന്ന, അതായത് പൊന്നുപോലെ നോക്കുന്ന എന്ന് പറയാം, ഇവരെ അത്യധികം അനുമോദിക്കുകയാണ്. 105ാം ജന്മദിനം നഗരസഭാ കൗൺസിലർ VS വിശ്വനാഥന്റെയും മുൻ നഗരസഭാ അധ്യക്ഷ ജയശ്രീ ഗോപിക്കുട്ടന്റെയും സഹപ്രവർത്തകരുടെയും സാന്നിധ്യത്തിൽ ആഘോഷിച്ചു. പൊന്നാട അണിയിച്ചും കേക്ക് മുറിച്ചുമാണ് ജന്മദിനം ആഘോഷിച്ചത്. കൊടുവത്താനം സെന്റ് തോമസ് ജ്ഞാനായ പള്ളിയിലെ വിവാഹ രജിസ്റ്റർ പരിശോധിച്ചാണ് മകൻ സിബി അമ്മയുടെ പ്രായം തിരിച്ചറിഞ്ഞത്.